മൈസൂർ യാത്രയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്രാവശ്യത്തെ ഗ്രൂപ്പിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. ഉച്ചയോടെ ഇവിടെ എത്തിയ ഞങ്ങൾ നേരെ പുറപ്പെട്ടത് ചാമുണ്ഡി ഹിൽസിലേക്കാണ്. നഗരപ്രാന്തത്തിലെത്തുമ്പോൾ കാണുന്ന ഈ ആർച്ചിനെ വിളിക്കുന്നത് ചാമുണ്ടേശ്വരി വെൽക്കം ആർച്ച് എന്നാണ്. നിറയെ പൂത്തുനിൽക്കുന്ന മെയ്ഫ്ലവർ മരങ്ങൾ കണ്ണിന് നല്ല ഇമ്പമുള്ള കാഴ്ചയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ മലകയറ്റം തുടങ്ങുകയായി. വലുതല്ലാത്ത ചെറിയ ചെറിയ ഹെയർപിൻ വളവുകൾ, വൃക്ഷ സമൃദ്ധിയുള്ള കുന്നുകൾ, ഇതിനൊക്കെ പുറമെ ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന മൈസൂർ പട്ടണത്തിന്റെ കാഴ്ച. സമുദ്രനിരപ്പിൽ നിന്ന് 3489 അടി ഉയരത്തിലാണ് സേക്രഡ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഈ മലനിരകൾ. മൈസൂർ രാജവംശത്തിന്റെ കുലദേവതയാണ് ചാമുണ്ഡാദേവി. ഈ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് കൊട്ടാരം പണിതിരിക്കുന്നത്. ഈ കുന്ന് മഹാബലാചലം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ടേശ്വരി അഥവാ മഹിഷാസുരമർദിനിയാണ്. ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡി എന്നും മഹിഷാസുരനെ വധിച്ചതിനാൽ മഹിഷാസുരമർദിനി എന്ന പേരിലും അറിയപ്പെടുന്നു. നല്ല തിരക്കായതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറാതെ ഞങ്ങൾ തിരിച്ച് മലയിറക്കം ആരംഭിച്ചു. രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. പ്രാതൽ കഴിക്കാത്തവർക്ക് മട്ടന്നൂരിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തു. ചാമുണ്ഡി ഹിൽസിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഉച്ചഭക്ഷണം കഴിച്ചു. ഇത് വീട്ടിൽ നിന്ന് പാർസലായി എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ രുചി ഒരു ഹോട്ടൽ ഫുഡിനും കിട്ടുകയില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് സബ്വേയിലൂടെ നേരെ കടന്നാൽ ടിക്കറ്റ് കൗണ്ടറിനടുത്തെത്താം. വീക്ക് ഡേയ്സിൽ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പക്ഷികളെയാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനാവുക. കയ്യിൽ ഭക്ഷ്യവസ്തുക്കളോ വെള്ളമോ ഉണ്ടെങ്കിൽ അതിന് അഡ്വാൻസ് കൊടുത്ത് സ്റ്റിക്കർ പതിക്കേണ്ടതാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് തന്നെയാണ് ഇതിനുള്ള കൗണ്ടർ. പക്ഷികളെ കണ്ടു നടക്കുന്ന നമ്മൾ നേരെ എത്തിച്ചേരുക പുള്ളിപ്പുലിയുടെ കൂടിനടുത്തേക്കാണ്. മൂടിനു തീപിടിച്ച റോക്കറ്റ് പോലെ ഇവിടെ ഒരാൾ പരക്കം പായുന്നുണ്ട്. ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന പേരിലും മൈസൂർ സൂ അറിയപ്പെടുന്നുണ്ട്. 158 ഏക്കറിലാണ് ഇത് പരന്നു കിടക്കുന്നത്. ഉദ്ദേശം 125 വർഷം പഴക്കമുണ്ട് ഈ മൃഗശാലയ്ക്ക്. കണ്ടു തീർക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും വേണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബഗ്ഗി എന്നറിയപ്പെടുന്ന ഇലക്ട്രിക് കാർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനുള്ള ചാർജ് മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ്. ഒരു ദിവസം 10,000-നടുത്ത് ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ട് എന്നതാണ് ഏകദേശ കണക്ക്. ചിമ്പാൻസിയെയും ഗൊറില്ലയെയും ഒറാങ്ങുട്ടാനെയും വെള്ള കണ്ടാമൃഗത്തെയും ചീറ്റയെയും ഒന്നായി കാണുന്ന ഇന്ത്യയിലെ ഏക മൃഗശാല എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗൊറില്ലകൾ പൊതുവെ നല്ല ഭക്ഷണപ്രിയരാണ്. ദിവസത്തിൽ മുഴുവൻ സമയവും ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. മുളങ്കൂമ്പുകളും പച്ചിലകളുമാണ് പ്രധാന ഭക്ഷണം. നിലത്തുനിന്ന് എന്തൊക്കെയോ പെറുക്കി തിന്നുകയാണ് ഈ ഭീമൻ കണ്ടാമൃഗം. ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്നത് 10-നും 12 മണിക്കും ഇടയിലാണ്. ഇവിടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും ഇതാണ്. 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് 168 ഇനങ്ങളിൽപ്പെട്ട 1450 ജീവികളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. പക്ഷികളാണ് ഏറ്റവും കൂടുതൽ. വെളുത്ത മയിലിനെയും വേഴാമ്പലിനെയും ആഫ്രിക്കൻ മക്കാവുവിനെയും ഒക്കെ ഇവിടെ കാണാം. സമയമെടുത്ത് നടന്നു തന്നെ ഇവിടം കാണണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള മൃഗങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കൂടെ മൃഗശാല നൽകുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം മൈസൂർ സൂ സന്ദർശിക്കാൻ ഇടവന്നിട്ടുണ്ട്. നല്ല വൃത്തിയും വെടിപ്പും നിലനിർത്താൻ ഇവർ നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. നീർക്കുതിര, ഒട്ടകപ്പക്ഷി, ചെന്നായ, കടുവ, സിംഹം, ആന ഇവരെല്ലാം ഇവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു.
ഇത്രയേറെ ജിറാഫുകൾ മറ്റൊരു മൃഗശാലയിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ അനുമാനം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.